കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഗീത പരിപാടിയിൽ വിപ്ലവഗാനം പാടിയതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും വിമർശനങ്ങൾ വന്നിരുന്നു. ഇതിന്റെ ഭാഗമായി ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വാർത്താ സമ്മേളനം നടത്തിയത്. ഭേദമന്യുള്ള വ്യക്തികളാണ് ഇത് നടത്തി വന്നിരുന്നത്. എൻ്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് വളരെ കൃത്യമായി തന്നെ കണക്കുകളൊക്കെ അവതരിപ്പിച്ച് കൃത്യമായി ഉത്സവങ്ങൾ നടത്തി വന്നിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ സങ്കുചിതമായ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ ആൾക്കാർ ഇതിനകത്ത് കമ്മിറ്റികളിൽ കയറി ഇതിൻ്റെ നടത്തിപ്പ് അവകാശം ഏറ്റെടുക്കുകയും ക്ഷേത്രത്തിൽ നടക്കുന്ന ക്ഷേത്ര ആചാരങ്ങളിൽ പോലും രാഷ്ട്രീയം ഇടകലർത്താൻ ശ്രമിക്കുന്നതായും കാണുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച 10-ാം തീയതി കടയ്ക്കൽ തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ ഒരു സ്റ്റേജ് ഷോ നടന്നിരുന്നു. ഒരു സംഗീത വിരുന്ന് നടന്നിരുന്നു. ആ സംഗീത കച്ചേരിയിൽ നടത്തിയിരുന്നത് സംഗീത വിരുന്നല്ല, പാർട്ടിയുടെ ജില്ലാ സമ്മേളനം പോലെ അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനം പോലെ രാഷ്ട്രീയ പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ കൊടിതോരണങ്ങളും അല്ലെങ്കിൽ DYFIയുടെ കൊടികളൊക്കെ കൊണ്ടുവന്ന് ഡിജിറ്റലൈസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവന്ന് അതിനകത്തൊരു പ്രോഗ്രാം നടത്തുകയുണ്ടായി. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നതായാണ് കോൺഗ്രസിന്റെ വിമർശനം. അതേസമയം ഉത്സവ കമ്മിറ്റി വിപ്ലവഗാനം നിർബന്ധിച്ച് പാടിപ്പിച്ചതല്ലെന്നും സദസ്സിൽ നിന്നും പാടുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഗായകൻ അലോഷി പാടിയതെന്നുമാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. TV ഉൾപ്പെടെയുള്ള ചാനലുകളിലും നമ്മൾ കടയ്ക്കൽ തിരുവാതിരയിൽ സ്റ്റേജിൽ നമ്മൾ അരിവാൾ ചുറ്റിക നക്ഷത്രം കാണിച്ചു, DYFIയുടെ കൊടി കാണിച്ചു എന്ന രീതിയിലുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കടയ്ക്കൽ അമ്മയെ സ്നേഹിക്കുന്നവരും കടയ്ക്കൽ തിരുവാതിരയെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു ഇൻ്റർവ്യൂ നൽകുന്നത്. നമ്മുടെ കടയ്ക്കൽ തിരുവാതിരയുമായി സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, കടയ്ക്കലിൻ്റെ ഉത്സവം ഒരു മതേതര ഉത്സവമാണ്. നാനാജാതി മതസ്ഥർ, അത് ഹിന്ദു എന്നില്ല, മുസൽമാൻ എന്നില്ല, ക്രിസ്ത്യൻ എന്നില്ല, എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. അതിനകത്ത് ഈ മതം കലർത്തി അല്ലെങ്കിൽ ജാതി കലർത്തി രാഷ്ട്രീയം കലർത്തി ഇതിനകത്ത് വേർതിരിവ് ഉണ്ടാക്കാൻ കടയ്ക്കൽ തിരുവാതിര മഹോത്സവ കമ്മിറ്റിയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളും ഇതുവരെയും ശ്രമിച്ചിട്ടില്ല, ഇനി ശ്രമിക്കുകയുമില്ല. അത് കടയ്ക്കലിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ്. നമ്മളങ്ങനെ മതേതരത്വത്തോടു കൂടി ഒരു മതേതര മുഖത്തോടു കൂടി നിൽക്കുക എന്നത് കടയ്ക്കലിൻ്റെ ഒരു അഭിമാനമാണ്. ഈ സംഭവിച്ച കാര്യം കടയ്ക്കൽ തിരുവാതിരയുടെ സ്റ്റേജ് കടയ്ക്കൽ തിരുവാതിര 10 ദിവസമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്നിരുന്നത്. കഴിഞ്ഞ ഏതാനും 2 വർഷമായിട്ട് 15 ദിവസത്തെ പരിപാടിയാണ് നടത്തുന്നത്. 15 ദിവസം എന്ന് പറയുമ്പോൾ കൊടിയേറുന്നത് 1-ാം ദിവസം മുതൽ കുരിശി തീരുന്നത് 15-ാം ദിവസം, അങ്ങനെ 15 ദിവസമാണ് ഉത്സവം നടത്തുന്നത്. അപ്പോൾ 15 ദിവസം ഉത്സവം നടന്നാൽ ആദ്യത്തെ 5 ദിവസം പൊങ്കാലയ്ക്ക് തലേനാൾ വരെയുള്ള ദിവസം 6-ാം ദിവസമാണ് കൊടിയേറിയതിൻ്റെ 6-ാം ദിവസമാണ് പൊങ്കാല നടക്കുന്നത്. പൊങ്കാലയ്ക്ക് തലേനാൾ ഉത്സവം നമ്മുടെ പ്രാദേശികമായ കലാകാരന്മാരുടെ പരിപാടിയാണ് നടത്തുന്നത്. അത് കഴിഞ്ഞ് പൊങ്കാലയുടെ അന്ന് മുതൽ കുരിശി വരെ കരക്കാർ ചേർന്ന് നമ്മുടെ പ്രദേശത്തെ 52ഓളം കരക്കാർ ചേർന്ന് കരക്കാർ ഓരോ കരക്കാരും ഓരോ സ്റ്റേജുകളുണ്ട്. അവർ ഒരു ദിവസം 2 പരിപാടി വെച്ചാണ് അവർക്ക് സ്റ്റേജുകളുള്ളത്. അത് സ്ഥിരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജുകളാണ്. അതിനകത്ത് ചില സ്റ്റേജുകൾ മാറ്റം വരുത്താനേ പറ്റാത്ത രീതിയിൽ അവരുടെ തന്നെ സ്വന്തം സ്റ്റേജായി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അതിനകത്ത് നമ്മുടെ വ്യാപാരി വ്യവസായികൾ, ആൽത്തറമൂട് വ്യാപാരി വ്യവസായികൾക്ക് ഒരു സ്റ്റേജുണ്ട്. അത് തിരുവാതിര കഴിഞ്ഞ് 3-ാം ദിവസം. ഈ വർഷം മാർച്ച് 8-ാം തീയതി ആയിരുന്നു തിരുവാതിര, മാർച്ച് 10-ാം തീയതി ആയിരുന്നു അവരുടെ സ്റ്റേജ്. ആൽത്തറമൂട് വ്യാപാരി വ്യവസായികൾ ഈ പറയുന്ന തിരുവാതിര കഴിഞ്ഞ് 3-ാം ദിവസം രാത്രി 7 മണിക്കാണ് അവരുടെ പരിപാടി നടത്തുന്നത്. സ്ഥിരമായി അവർ നാടകമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ കുറച്ച് കടകൾ മാത്രമേ ആൽത്തറമൂടിലുള്ളൂ. അപ്പോൾ അവരുടെ കുറച്ച് പിരിവ് അവർക്ക് വരത്തില്ല. ഇപ്പോൾ ചെറിയ പരിപാടികൾ, നമ്മുടെ എല്ലാ പരിപാടികളും വലുതായി കാലത്തിനനുസരിച്ച് വലുതായി വന്നപ്പോൾ അവർക്ക് നടത്താൻ സാധിക്കാതെ അവർ കൂട്ടായി ഒരു തീരുമാനമെടുത്തു. അവരുടെ വ്യാപാരി വ്യവസായി സമിതി ചേർന്ന് ആൽത്തറമൂട് യൂണിറ്റ്, വ്യാപാരി വ്യവസായി മടത്തറ യൂണിറ്റ്, വ്യാപാരി വ്യവസായി കടയ്ക്കൽ ഏരിയ കമ്മിറ്റി, ഈ 3 കമ്മിറ്റികൾ ചേർന്ന് അവരൊരു വലിയ പരിപാടി 1 ലക്ഷം രൂപ വരുന്ന ഒരു വലിയ പരിപാടി നടത്താൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി അവരെന്ത് അലോഷിയുടെ പരിപാടി ബുക്ക് ചെയ്ത് അത് അലോഷിയുടെ പരിപാടി ബുക്ക് ചെയ്യുന്നതും അവർ ഏത് പരിപാടി നടത്തേണ്ടത് തീരുമാനിക്കേണ്ടതും അത് ആ നടത്തുന്ന കരക്കാരുടെ അവകാശമാണ്. ആ അവകാശത്തിൻ്റെ പേരിൽ അവരത് ബുക്ക് ചെയ്ത് ആ പരിപാടിയുമായി ഇവിടെ വന്നു. ആ പരിപാടി അലോഷി ഏത് പാട്ട് പാടും, എന്തൊരു പാട്ട് പാടും, എങ്ങനെ രീതിയിൽ പാടും എന്നൊന്നും നമ്മളങ്ങനെ ഉത്സവ കമ്മിറ്റി നേരിട്ട് ചോദിക്കാനോ ഒന്നും പോകാറില്ല.
അങ്ങനെ അലോഷിയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ 7 മണിക്ക് തുടങ്ങിയ പരിപാടി 9 മണിക്ക് തീർന്നതിന് ശേഷം അടുത്ത സ്റ്റേജ് കൊടുക്കേണ്ടതാണ്. പക്ഷേ 9 മണിക്കും പരിപാടി തീരുന്നില്ല. ആൾക്കാർ ഇങ്ങനെ ഓഡിയൻസായി ഇരിക്കുന്ന ഭക്തജനങ്ങൾ ഉൾപ്പെടെ ആൾക്കാർ പറയുകയാണ്, വീണ്ടും പേപ്പറിൽ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി വീണ്ടും പാടണം എന്ന രീതിയിൽ എഴുതി കൊടുത്ത് ഓരോ പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ 9:30 ആയിട്ടും സ്റ്റേജ് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് വന്ന ഒരു പാട്ടാണ്, ഒരു സജഷനാണ് ഈ പറയുന്ന 2 പാട്ടുകൾ. ഒന്ന് DYFIയെ കുറിച്ച് പാടി എന്നൊക്കെ പറയുന്നത്, അത് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് വന്നൊരു സജഷനാണ്. പ്രേക്ഷകർ അതിനെ കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്തു. അതിൽ ഉത്സവ കമ്മിറ്റിക്ക് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നൊരു പാട്ടിന് അത് പാടാൻ പറ്റില്ല, അത് പാടരുത് എന്നൊന്നും പറയാൻ പറ്റില്ല. അവർ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് വന്നൊരു പാട്ട് കഴിഞ്ഞ വർഷവും ഇതേപോലെ. കഴിഞ്ഞ വർഷം അലോഷിയുടെ പരിപാടി കഴിഞ്ഞ വർഷമില്ല, ഗൗരി ലക്ഷ്മിയുടെ പരിപാടിയായിരുന്നു. ഗൗരി ലക്ഷ്മിയുടെ പരിപാടി നടത്തിയിരുന്നത് കരക്കാരല്ല, 3-5 പേർ ചേർന്ന് സ്പോൺസർമാർ ചേർന്നാണ് നടത്തിയത്. നമുക്ക് കരക്കാർ കുറേ വർഷങ്ങളെ 1-2 സ്റ്റേജുകൾ കരക്കാരില്ലാത്ത സ്റ്റേജുകളുണ്ട്. അതിൽ സ്പോൺസർമാർ 3-4 സ്പോൺസർമാർ ചേർന്ന് പരിപാടി നടത്തുന്നത്. അങ്ങനെ നടത്തിയ ഒരു പരിപാടിയായിരുന്നു ഗൗരി ലക്ഷ്മിയുടെ പരിപാടി. ഗൗരി ലക്ഷ്മി എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും പാടുന്ന പാട്ടുകൾ മാത്രമേ കടയ്ക്കലും വന്ന് പാടിയിട്ടുള്ളൂ. അല്ലാതെ കടയ്ക്കലിൻ്റെ ഒരു പ്രത്യേക ഇവിടെ നിന്ന് ആരുടെയും സജഷനോ ഉത്സവ കമ്മിറ്റിയുടെ സജഷനോ വെച്ചല്ല പാട്ടുകൾ പാടിയത്. അവർ എവിടെ പോയാലും ഏത് പാട്ടാണോ അവർ പാടുന്നത് അതേപോലത്തെ പാട്ടുകൾ പാടി. LED വാളിൽ ഈ ചിത്രം തെളിയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പാട്ടിനൊത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്നത് അവരുടെ ടീമിൻ്റെ അല്ലെങ്കിൽ അവരുടെ പരിപാടി നടത്തുന്ന ടീമിൻ്റെ അവകാശമാണ്. അതവർ ചെയ്തു. അത് ഉത്സവ കമ്മിറ്റി അല്ല തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതി അല്ല തീരുമാനിക്കുന്നത് ഏത് ബാക്ക്ഗ്രൗണ്ട് എന്ത് കൊടുക്കണമെന്ന്. ആ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട്, ആ പാട്ടിനൊത്ത ബാക്ക്ഗ്രൗണ്ട് അവർ കൊടുത്തു. അതേപോലെ അലോഷിയുടെ പരിപാടിയിലും ആ പാട്ടിനൊത്ത ബാക്ക്ഗ്രൗണ്ട് അവർ കൊടുത്തു. അതാണ് നടന്നിരിക്കുന്ന സംഭവം. ഗസൽ വിപ്ലവ ഗായകനായ കണ്ണൂർ സ്വദേശി അലോഷി ആദമാണ് പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പാടിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തിന് DYFIയുടെ പതാക പശ്ചാത്തലത്തിൽ ഒരുക്കി വിപ്ലവഗാനം പാടിപ്പിച്ചെന്നാണ് വിമർശനം. കടയ്ക്കൽ തിരുവാതിരയുടെ 9ാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അലോഷിയുടെ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചതോടെ വിമർശനമായി. പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ആവശ്യപ്പെട്ടു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയും രംഗത്തെത്തി. കടയ്ക്കൽ തിരുവാതിര മഹോത്സവത്തിൽ നാനാജാതി മതസ്ഥരും ഉൾപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണെന്നും യാതൊരു കാരണവശാലും ഉത്സവത്തെ ഹൈജാക്ക് ചെയ്യുന്ന രീതി സ്വീകരിച്ചിട്ടില്ലെന്നും ഓരോ കരകൾ നടത്തുന്ന പരിപാടിയിൽ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ ആലപിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും അതിൽ ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഇടപെടാറില്ലെന്നും വളരെ ബോധപൂർവം ഉത്സവത്തെ അട്ടിമറിക്കുവാനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു.